അമ്മേ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? നമ്മളെ ചോറ് റെഡിയായി. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാം. കിഴങ്ങും പച്ച ഗ്രീൻ പീസൂടെ മെഴുക്കും ഇട്ട്, പിന്നെ കുറച്ച് ചക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, നമുക്ക് അതെടുത്ത് വേവിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മളപ്പം ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടുപ്പിലോട്ട് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, ഇതിലേക്ക് നമ്മൾ കുറച്ച് വലിയ ജീരകം, പട്ട, ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കും. ജീരകത്തിൻ്റെ നിറം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്, നമുക്കിനി തക്കാളി ചേർക്കാം. ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്, ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പൊടികളെല്ലാം വാടിയിട്ടുണ്ട്, ഞണ്ട് ശകലം ചൂടുവെള്ളം കൂടി ഒഴിക്കും. കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ഉള്ള മെഴുക്കുവരട്ടി തയ്യാറാക്കാം. രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുക്കും. സ്വല്പം പെരുംജീരകം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി, മഞ്ഞൾപ്പൊടി, നമ്മൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്തു. എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ഫ്രോസൺ ആണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് ആവിയിലൊന്ന് വേവിക്കാം.
നമ്മുടെ പൊട്ടറ്റോ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി. നമുക്ക് കുറച്ച് ഒരു ഗരം മസാലപ്പൊടിയും ശകലം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിത് ചതച്ചെടുക്കുകയാണ്. വേണ്ടവർക്ക് ഇത് അരച്ചെടുക്കാം. ഒരുപാട് അരയണമെന്നില്ല. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് എല്ലാം ഇവിടെ നിന്ന് ചതച്ചെടുക്കാം. ഒരു കുക്കറിലോട്ട് നമ്മുടെ ഈ ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഇവിടെ ചക്ക വെന്തിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചക്ക വഴറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് കടുകും കൂടെ വറുത്ത് ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ അത് റെഡിയാകും. നമുക്ക് ചക്ക ഇവിടെ കിട്ടുന്ന ഫ്രോസൺ ആയിട്ടും പിന്നെ ക്യാൻഡ് ആയിട്ടും. ഇവിടെ ക്യാൻഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ ചക്ക നമ്മുടെ ചെറിയ വിളയാത്ത ചക്കയില്ലേ, അതാണ്. ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ പഴുത്ത ചക്കയൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ മേടിക്കാൻ കിട്ടും. നമുക്ക് ചോറ് കഴിക്കാം. കുറച്ച് സാമ്പാർ. രാവിലെ നമ്മുടെ ഇഡലിയുടെ കറിയായിരുന്നു. പിന്നെ കുറച്ച് മെഴുക്ക് പുരട്ടി. കുറച്ച് ഞണ്ട് റോസ്റ്റ്. നമ്മുടെ ചക്ക. നമ്മുടെ കുറച്ച് കൊഞ്ചിൻ്റെ അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. അപ്പം കാണാം നെക്സ്റ്റ് വീഡിയോയിൽ.